ഈ ഒരു റിയൽ സിറ്റുവേഷനിൽ കുറേ ആളുകൾ ഒട്ടുമിക്ക ആളുകളും പാനിക്കായിട്ടുണ്ട് നമ്മുടെ ചുറ്റിലുള്ള. ഈ പാനിക്കായി കഴിഞ്ഞാൽ സെക്കൻഡ് സംഭവിക്കുക എന്താണ്, നമ്മളെ മെൻ്റലി നമ്മൾ എന്ത് ചെയ്യും, മെൻ്റലിയാണ് നമുക്ക് വന്നിട്ട് ഹിറ്റ് ചെയ്യുന്ന ഓരോ മിസൈൽസും. ഇതുവരെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം സോഫാർ ഇന്നത്തെ ഒരു ന്യൂസിൽ വരെ നമുക്കൊരു മലയാളികൾക്കൊന്നും ഇതൊന്നും എഫക്റ്റഡ് ഡയറക്റ്റ്ലി ഇഫക്റ്റ് ആയിട്ടുണ്ടാവില്ല, ഒരു ഇഞ്ചുറി ഒന്നും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ വേറൊരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു മലയാളി, ഞാൻ പറയാറുണ്ട് ഇതിൽ ആരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മലയാളിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിച്ചാലാണ് നമ്മളുടെ മീഡിയ ഇത് വലിയ സംഭവമാക്കും, അത് വളരെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകും. അൽഹംദുലില്ലാഹ് സോഫാർ അതൊന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാതിരിക്കട്ടെ. സോ ഇപ്പം ഈ സിറ്റുവേഷനിൽ നമുക്ക് ആസ് എ ലീഡർ നമുക്കിത് മാനേജ് ചെയ്തേ പറ്റുള്ളൂ. ഈ മാനേജ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ റിസർവും കാര്യങ്ങളും ഇല്ല എന്നുള്ള പറഞ്ഞാൽ നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട ഒരു സംഭവമുണ്ട്, എന്ത്, കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസിന് കുറച്ചുകൂടി നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ചങ്കൂറ്റം കാണിക്കേണ്ട ഒരു സിറ്റുവേഷനാണിത്, അല്ലേ? നമുക്കിപ്പോൾ ഓൾറെഡി ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്ത സമയത്ത് കോൺഫിഡൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. നമുക്ക് ക്യാഷ് വരുന്നുണ്ട്, നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, സപ്ലൈസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത സമയത്തും, നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്ത സമയത്തും, നമുക്ക് വളരെ വേസ്റ്റാണ്, നമ്മുടെ സറൗണ്ടിങ്സും സിറ്റുവേഷൻസും വേസ്റ്റായ സമയത്തും ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് ഇതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ ലീഡർ നമ്മുടെ റെസ്പോൺസിബിലിറ്റി.